നമസ്കാരം. ലോകത്തിലെ ഏത് മാർക്കറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അവിടെ ഈ 4 മീറ്ററിന് താഴത്തേക്കുള്ള വാഹനങ്ങൾക്ക് ടാക്സ് ബെനിഫിറ്റ് ഉണ്ട്. അത്തരത്തിലൊരു കാര്യങ്ങളൊന്നുമില്ല. ഇന്ത്യയിൽ മാത്രമാണ് ഇങ്ങനത്തെ ഒരു സിസ്റ്റം ഉള്ളത്. അതായത് 4 മീറ്ററിന് താഴത്തേക്ക് ഒരു വാഹനത്തിൻ്റെ ലെങ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ ഒരു പോസിറ്റീവ് എന്ന് എനിക്കറിയില്ല. എന്നാൽ പോലും ടാക്സ് ബെനിഫിറ്റ് നൽകും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ വാല് മുറിച്ചിട്ടുള്ള വാഹനങ്ങൾ ഒരുപാട് ഇവിടെ കാണാറുണ്ട്. ഫ്രണ്ട് ഓവർഹാങ്ങും ബാക്ക് ഓവർഹാങ്ങും നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഒരു പ്രൊപ്പോർഷനേറ്റ് അല്ല. ഇൻഡിഗോ CS നോക്കുക, അതല്ലെന്നുണ്ടെങ്കിൽ മാരുതി സുസുക്കിയുടെ ഡിസൈർ നോക്കുക, ഹോണ്ട അമേസ് നോക്കുക. ഇനി അതല്ല കോമ്പാക്റ്റ് SUV സെഗ്മെൻറ്റിൽ വരുന്ന വാഹനങ്ങളൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും പ്രൊപ്പോർഷനേറ്റ് അല്ല. ഇത് ടാക്സിൻ്റെ ഒരു ബെനിഫിറ്റിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത്. 4 മീറ്ററിന് താഴത്തേക്ക് ഒരു വാഹനത്തെ കൊണ്ടുവന്നാൽ എന്ത് ബെനിഫിറ്റാണ് കിട്ടുന്നതെന്ന് ഇതുവരെ എനിക്ക് പേഴ്സണലി മനസ്സിലായിട്ടില്ല. ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മിഡിൽ ക്ലാസ്സുകാർക്ക് അല്ല, അങ്ങനെ പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ്. ചിലപ്പോൾ വാഹനങ്ങളുടെ വില ദീപാവലി എന്ന് പറയുന്ന ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് അല്ലെങ്കിൽ ആ ഒരു സീസണോടനുബന്ധിച്ച് കുറയാനുള്ള സാധ്യത കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ഇത് ഉറപ്പുള്ളൊരു കാര്യമൊന്നുമല്ല, ഒരു പ്രതീക്ഷ മാത്രമാണ്. 2025 ഓഗസ്റ്റ് 15 സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള ചില സൂചനകൾ വന്നിട്ടുണ്ട്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 5 GST സ്ലാബുകളാണുള്ളത്. 0%, 5%, 12%, 18% ആൻഡ് 28%. അപ്പോൾ ഈ GST സ്ലാബുകളിലെ പ്രധാനപ്പെട്ട 2 സ്ലാബുകളെ എടുത്തു കളയുന്നു എന്നുള്ളതാണ് ഇപ്പോൾ റീസെൻ്റ്ലി വന്നിട്ടുള്ളൊരു വാർത്ത. അതിലെന്താണ് നമുക്കിത്ര താല്പര്യം എന്ന് ചോദിച്ചാൽ, നമ്മൾ ഓട്ടോമൊബൈൽ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസൊക്കെയാണ് ചെയ്യുന്നത്. ഓട്ടോമൊബൈൽ വാഹനങ്ങളുടെ GST എന്ന് പറയുന്ന സ്ലാബ് മാറ്റാനുള്ള സാധ്യതയുണ്ട്. അത് ഉറപ്പായിട്ടൊന്നുമില്ല, ഇത്തരത്തിലുള്ളൊരു സൂചന വന്നിട്ടുണ്ട്. ഈ ഒരു കോണ്ടന്റാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എഞ്ചിൻ ബേയുടെ മറ്റൊരു വ്ളോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. നമ്മുടെ വ്ളോഗും നമ്മുടെ ചെറിയ കോണ്ടന്റുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ വളരെ സിമ്പിളായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പെട്രോൾ കാറാണ്, അതിന് 1200 cc താഴെ ആയിരിക്കണം അതിൻ്റെ ക്യൂബിക് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ, അത് മാത്രമല്ല 4 മീറ്ററിന് താഴത്തേക്ക് ലെങ്ത്തും വേണം. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ വാഹനത്തിൻ്റെ GST എന്ന് പറയുന്നത് 28% GSTയും അതിൻ്റെ 1%മാണ് സെസ്. അപ്പോൾ ടോട്ടൽ ടാക്സ് അവിടെ വരുന്നത് 29%. അപ്പോൾ ഒരു വാഹനം എക്സ് ഷോറൂം പ്രൈസ് എന്ന് പറഞ്ഞ് കൊണ്ടുവരുമ്പോഴത്തേക്കും നമ്മളതിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യം, ആ വാഹനത്തിൻ്റെ ബേസ് പ്രൈസ്, കമ്പനി വാഹനം നിർമ്മിച്ച് കമ്പനിയുടെ ലാഭവും ചേർത്തിട്ടുള്ള ബേസ് പ്രൈസിൻ്റെ മുകളിൽ അതിൻ്റെ 28% GSTയും അതിൻ്റെ 1% സെസ്സുമാണ് അതിലെ ടാക്സ്. അപ്പോൾ ടോട്ടൽ 29% ടാക്സോട് കൂടിയിട്ടാണ് ഒരു വാഹനം എക്സ് ഷോറൂം പ്രൈസ് എന്നുള്ള രീതിയിൽ മാർക്കറ്റിലേക്ക് വരുന്നത് അല്ലെങ്കിൽ ഷോറൂമിലേക്ക് വരുന്നത്. ഇനി ഡീസലിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4 മീറ്ററിന് താഴത്തേക്കായിരിക്കണം അതിൻ്റെ ലെങ്ത്ത്, 1500 cc താഴെ ആയിരിക്കണം അതിൻ്റെ ക്യൂബിക് കപ്പാസിറ്റി, എങ്കിൽ 28% GST, ബേസ് പ്രൈസിൻ്റെ 28% GSTയും 3% സെസ്സുമാണ്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും 31% ആ ഒരു വാഹനത്തിൻ്റെ എക്സ് ഷോറൂം പ്രൈസിനകത്തുള്ള ടാക്സ് എന്ന് പറയുന്നത്. ഇനി അതല്ല, ഇത്തരം വാഹനങ്ങളുടെ എൻജിൻ കപ്പാസിറ്റി കുറച്ച് കൂടുകയാണെന്നുണ്ടെങ്കിൽ, അതായത് 4 മീറ്ററിന് താഴത്തേക്കാണ് അതിൻ്റെ ലെങ്ത്ത്, എന്നാൽ പോലും എൻജിൻ കപ്പാസിറ്റി കൂടുകയാണെന്നുണ്ടെങ്കിൽ ഹ്യൂജ് എമൗണ്ട് ഓഫ് ടാക്സ് വരും. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1500 cc മുകളിലേക്ക് അതിൻ്റെ ക്യൂബിക് കപ്പാസിറ്റി പോവുകയാണെന്നുണ്ടെങ്കിൽ 28% GSTയും 20% സെസ്സുമാണ്. 4 മീറ്ററിന് മുകളിലേക്ക് സൈസ് വന്നാലും ഈ ഒരു ടാക്സ് സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യും. ഇനി SUV കാറുകളിലൊക്കെ വില കൂടാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇങ്ങനെയാണ്. അപ്പോൾ ടോട്ടൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു വാഹനം SUV ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ നോക്കിയാലും ഒരു 48% അതിനകത്ത് ഈ GSTയും സെസ്സും ഉൾപ്പെടുന്ന ടാക്സ് ഉണ്ടായിരിക്കും. ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ട്വിസ്റ്റ്. ഈ വാഹനം എക്സ് ഷോറൂം പ്രൈസ് എന്നുള്ള രീതിക്ക് കേരളത്തിലെ മാർക്കറ്റിലേക്ക് വരുമ്പോൾ മറ്റ് പല സംസ്ഥാനങ്ങളിലും ഇത് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ചില സംസ്ഥാനങ്ങളിൽ എക്സ് ഷോറൂം പ്രൈസ് എന്ന് പറയുന്ന പ്രൈസിനകത്ത് GSTയും സെസ്സും ഉണ്ട്. പക്ഷേ അവിടെ റോഡ് ടാക്സ് അടയ്ക്കുമ്പോൾ ഈ ബേസ് പ്രൈസിൻ്റെ മുകളിലാണ് റോഡ് ടാക്സ് പിടിക്കുന്നത്. പക്ഷേ നമ്മുടെ കേരളത്തിൽ എക്സ് ഷോറൂം പ്രൈസിൻ്റെ മുകളിലാണ് റോഡ് ടാക്സ് പിടിക്കുന്നത്. അതായത് എക്സ് ഷോറൂം പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് വാഹനം ഉണ്ടാക്കി കമ്പനിയുടെ ലാഭവും ചേർത്തിട്ടുള്ള വിലയുണ്ട്. അതിൻ്റെ മുകളിൽ 28% GSTയും 1% സെസ്സും ഉണ്ട്. ടോട്ടൽ വരുന്ന എമൗണ്ടാണ് എക്സ് ഷോറൂം പ്രൈസ്. അതിൻ്റെ മുകളിലാണ് കേരള സർക്കാർ ടാക്സ് പിടിക്കുന്നത്. ഏത് ടാക്സ്? റോഡ് ടാക്സ്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5 ലക്ഷത്തിന് താഴെയാണ് എക്സ് ഷോറൂം പ്രൈസെങ്കിൽ 11% റോഡ് ടാക്സ്. 5നും 10നും ഇടയ്ക്കാണ് എക്സ് ഷോറൂം പ്രൈസെങ്കിൽ 13% റോഡ് ടാക്സ്. ഇനി 15% റോഡ് ടാക്സ് പിടിക്കുന്നത് 10നും 15നും ഇടയ്ക്ക്, 10നും 15 ലക്ഷത്തിനും ഇടയ്ക്കാണെന്നുണ്ടെങ്കിൽ 15% റോഡ് ടാക്സ്. 15 ലക്ഷത്തിനും 20 ലക്ഷത്തിനും ഇടയിലാണ് എക്സ് ഷോറൂം പ്രൈസെങ്കിൽ 17% റോഡ് ടാക്സ്. ഇനി 20ന് മുകളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ
22% റോഡ് ടാക്സ് സർക്കാർ പിടിക്കും. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല, ഇവിടെയെല്ലാം 28% ജി എസ് ടി എന്ന് ഞാനിങ്ങനെ റിപ്പീറ്റ് ചെയ്തു. ആ 28% ജി എസ് ടിയുടെ സ്ലാബും 12% ജി എസ് ടിയുടെ സ്ലാബുമാണ് കേന്ദ്ര സർക്കാർ എടുത്തു കളയാനായിട്ട് ഇപ്പോൾ ഒരു പ്രപ്പോസൽ മുമ്പോട്ട് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു താല്പര്യം അവർ പറഞ്ഞിട്ടുണ്ട്. ദീപാവലി എന്ന് പറയുന്ന ഫെസ്റ്റിവലിൻ്റെ സമയത്തോടെ ആ ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേക്കും ഇതിനകത്തൊരു തീരുമാനമുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. കൺഫേം ചെയ്തിട്ടില്ല. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 0% ജി എസ് ടി വരുന്നത് എന്തിനൊക്കെയാണ്? ഫ്രൂട്ട്, എഗ്ഗ്, മിൽക്ക്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ, ഡെയിലി യൂസ് ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ 0% ആണ് ജി എസ് ടി. ഇനി 5% ജി എസ് ടി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ടീ, കോഫി, ഓയിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ്. 12% ജി എസ് ടി, മോസ്റ്റ് ഓഫ് ദ കേസസ് 12% ജി എസ് ടി പല ഉൽപ്പന്നങ്ങളുടെ മുകളിലും ഉണ്ട്. ഇപ്പോൾ ചീസ്, ഗീ, പിന്നെ സെൽഫോണൊക്കെ ഇതിലാണ് വരുന്നത്. 18% ജി എസ് ടി വരുന്നത് സോപ്പ്, പിന്നെ നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി ഫുഡ് കഴിക്കുമ്പോൾ അതിനെല്ലാം 18%. ഞാൻ ഒരുപാട് ഉദാഹരണങ്ങൾ എടുക്കുന്നില്ല. 28% ജി എസ് ടി, നോട്ട് ദ പോയിൻറ്റ്. 28% ജി എസ് ടി വരുന്നത് കാറ്, ബൈക്ക്, എ സി ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ്. അപ്പോൾ 28% ജി എസ് ടിയുടെ സ്ലാബ് എടുത്തു കളയാണെന്നുണ്ടെങ്കിൽ ആ കാറ്, ബൈക്ക്, എ സി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏത് സ്ലാബിലേക്ക് പോകും? 18% ആ സ്ലാബിലേക്ക് പോകും. അവിടെ നമുക്ക് 10% ലാഭം. അതായത് നമ്മൾ കൊടുക്കുന്ന ടാക്സിൽ 10% കുറവ് ലഭിക്കും എന്നൊരു പ്രതീക്ഷയുണ്ട്. മാത്രമല്ല 12% എന്ന് പറയുന്ന സ്ലാബ് എടുത്ത് കളയണമെന്നുണ്ടെങ്കിൽ ഇവരിപ്പോൾ പറഞ്ഞിട്ടുള്ളത് 28%-വും 12%-വും എടുത്ത് കളയും എന്നുള്ളതാണ്. അപ്പോൾ 12% എന്ന് പറയുന്ന സ്ലാബ് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ലാബ് 5%-ലേക്ക് ചെന്ന് കയറും എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആ ഒരു സ്ലാബിൽ വന്നിട്ടുള്ള പ്രോഡക്ട്സ് 5% എന്ന് പറയുന്ന ജി എസ് ടി സ്ലാബിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഇതെല്ലാം പറയുന്ന കാര്യങ്ങളാണ്. ഇതുവരെ അത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടില്ല. നമ്മൾ അതെന്നാണോ ഇംപ്ലിമെൻറ്റ് ചെയ്യുക, ഇങ്ങനൊരു കാര്യം യഥാർത്ഥത്തിൽ നിയമമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾ വിശ്വസിക്കാൻ പാടുള്ളൂ. ഇത്തരത്തിലുള്ളൊരു ന്യൂസ് വെളിയിലേക്ക് വരുന്നുണ്ട്, ഒരു പ്രപ്പോസൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 28% എന്ന് പറയുന്ന ജി എസ് ടി സ്ലാബ് മാറി 18% ആകുമ്പോഴത്തേക്കും ടാക്സിൽ കാര്യമായിട്ടുള്ള വ്യത്യാസം ഉണ്ടായിരിക്കും. അങ്ങനെ വരുമ്പോഴത്തേക്കും ഷോറൂം പ്രൈസിൽ കാര്യമായിട്ടുള്ളൊരു വ്യത്യാസം ഉണ്ടായിരിക്കും. കേരള സർക്കാർ ഒരിക്കലും കൂട്ടിയ റോഡ് ടാക്സ് കുറയ്ക്കില്ല. നല്ല റോഡുകൾ നമുക്ക് തന്നുകൊണ്ടേയിരിക്കും. നമുക്കറിയാമല്ലോ, നിങ്ങളൊരു പുതിയൊരു വാഹനം വാങ്ങിച്ചിട്ട് അതിൻ്റെ റോഡ് ടാക്സ് അടച്ചിട്ട് ആ വാഹനം വാങ്ങിയ ഷോറൂമിൽ നിന്നും വീട്ടിലേക്ക് എത്തിക്കുമ്പോൾ എത്ര ഗട്ടറിൽ ചാടുന്നുണ്ട്, അതിൻ്റെ സസ്പെൻഷൻ എത്ര തവണ ഹാർഡായിട്ട് എൻ്റെ സസ്പെൻഷൻ ഗട്ടറുകളിൽ ഇറങ്ങി അല്ലെങ്കിൽ കയറി ഇറങ്ങുന്നുണ്ട് എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി. നിങ്ങൾ ആലോചിക്കണം, ഞാൻ നല്ല റോഡിന് വേണ്ടി റോഡ് ടാക്സ് കൊടുത്തിട്ട് ഞാൻ കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ ഞാൻ ഓടിക്കുന്ന വാഹനത്തിൻ്റെ കണ്ടീഷൻ ഈ ഇത്തരം റോഡുകളിലൂടെ പോകുമ്പോഴത്തേക്കും എന്താകുന്നു എന്നൊന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം. തീർച്ചയായിട്ടും ഇത്തരത്തിൽ വില കുറയുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ജി എസ് ടി കുറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഷോറൂം പ്രൈസിൻ്റെ മുകളിൽ കാര്യമായിട്ടുള്ള കുറവ് ഉണ്ടാക്കും. പക്ഷേ ഇത്തരമൊരു ന്യൂസ് വന്നിട്ടുണ്ട്, ഇത്തരമൊരു പ്രപ്പോസൽ മുമ്പോട്ട് വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ 27 പെട്രോളിൻ്റെ കേസ്, അത് ഓഗസ്റ്റ് മാസത്തിൻ്റെ അവസാനത്തോടു കൂടി അതിനൊരു ക്ലാരിറ്റി ഉണ്ടായിരിക്കും. തീർച്ചയായിട്ടും ഇപ്പോൾ ഓഗസ്റ്റ് 15 ഇങ്ങനെ ഒരു കാര്യം മുമ്പോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ജി എസ് ടി സ്ലാബ് 5 സ്ലാബിൽ നിന്നും അതിനെ 3 ചുരുക്കുന്നു എന്നുള്ളതാണ്. അതായത് 12%-വും 28%, ഈ 2 സ്ലാബിനെയും എടുത്തു കളയാൻ പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ ഒരു ഇൻഫർമേഷൻ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളൊരു കാറ് വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ശ്രദ്ധിക്കണം. കാരണം വലിയൊരു എമൗണ്ടാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഒന്ന് വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, വെയിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരുപാട് കാലമല്ല, കുറച്ച് ദിവസങ്ങൾ, 1, 2, 3 ആഴ്ചയൊക്കെ വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ക്ലാരിറ്റി കിട്ടും. നല്ല നല്ല ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി. നമസ്കാരം.